നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ശ്വാസം മുട്ടുന്നു. അമേരിക്കയിലെ തെരുവീതികളിലെല്ലാം ആർത്തലിച്ചു കേൾക്കുന്ന ശബ്ദം. ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപം അമേരിക്കയിൽ ആളിപ്പടരുകയാണ്. കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ കഴുത്തിൽ വെള്ളക്കാരനായ പോലീസുകാരൻ കാൽമുട്ടമർത്തി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അമേരിക്കയിൽ രോഷം അണപൊട്ടിയത്. നൂറ്റാണ്ടുകളായി തുടർന്ന വർണ്ണവെറിക്കെതിരെ പ്രതിഷേധം രാജ്യമെങ്ങും ഇപ്പോൾ കത്തിപ്പടരുകയാണ്. കറുത്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അമേരിക്കൻ ജനത വർണ്ണവർഗ വിവേചനമില്ലാതെ തെരുവുകളിലേക്ക് ഇറങ്ങി. നിരവധി സംസ്ഥാനങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ജനക്കൂട്ടം പ്രതിഷേധിക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച രാത്രി വൈറ്റ് ഹൗസിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറച്ചു സമയത്തേക്ക് ഭൂഗർഭ ബങ്കറിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളയാളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 1 മണിക്കൂറോളമാണ് ട്രംപിനെ വൈറ്റ് ഹൗസിന് അടിയിലേക്ക് ബങ്കറിലേക്ക് മാറ്റിയത്. തുടർന്ന് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നു. നൂറുകണക്കിന് ആളുകളാണ് വെള്ളിയാഴ്ച രാത്രി വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഒത്തുചേർന്നത്. ട്രംപിനെയും കൂട്ടരെയും ഇത് ആശ്ചര്യപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. മെലാനിയ ട്രംപിനെയും മകൻ ബാരൻ ട്രംപിനെയും ബങ്കറിലേക്ക് മാറ്റുമെന്ന് വ്യക്തമല്ല. പ്രതിഷേധക്കാരെ കണ്ണീർവാതകം ഉപയോഗിച്ച് സുരക്ഷാ സേന തുരത്താൻ ശ്രമവും നടത്തി. എന്നാൽ ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ദിവസവും ട്രംപ് പ്രതിഷേധക്കാർക്കെതിരെ ട്വീറ്റ് ചെയ്തിരുന്നു. പ്രതിഷേധക്കാർ അക്രമികളാണെന്നായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞത്. വൈറ്റ് ഹൗസിന് സമീപത്തേക്ക് പ്രക്ഷോഭകർ എത്തിയാൽ കടത്തായുധങ്ങൾ പ്രയോഗിക്കണമെന്നും ട്രംപ് പറഞ്ഞു. തീവെപ്പും കൊള്ളയും നടത്തുന്ന പ്രതിഷേധക്കാരെ വെടിവെക്കണമെന്നും ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ രാജ്യമാകെ കോവിഡ് പടർന്നു പിടിക്കുന്നതിനിടെയാണ് കാര്യങ്ങൾ വമ്പൻ പ്രതിഷേധങ്ങളിലേക്ക് വഴിതിരിഞ്ഞത്. മെയ് 25-ന് മിനിയാപോളിസിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്തവർഗക്കാരൻ പോലീസ് പിടിയിൽ മരിച്ചതോടെയാണ് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന പേരിലാണ് പ്രചാരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധം നിയന്ത്രിക്കാൻ 15 സംസ്ഥാനങ്ങളിലും വാഷിംഗ്ടണിലും നാഷണൽ ഗാർഡ് അംഗങ്ങളെ സജ്ജരാക്കിയിട്ടുമുണ്ട്. മിന്നസോട്ട സംസ്ഥാനത്തെ മിനിയാപോളിസ് നഗരത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ അതിവേഗം രാജ്യമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു. പ്രതിഷേധ തീയിൽ നിരവധി കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനുകളും കത്തി നശിച്ചു. പ്രക്ഷോഭകർ റോഡുകൾ ഉപരോധിച്ചു. പലയിടങ്ങളിലും പോലീസ് പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും ഉപയോഗിച്ചപ്പോൾ പ്രതിഷേധക്കാർ കുപ്പികളും ഇഷ്ടിക കഷ്ണങ്ങളും വലിച്ചെറിയുകയാണ് ഉണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.